വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് വീതി വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കം. നാട്ടുകാരുടെ ചിരകാല അഭിലാഷത്തിനാണ് തുടക്കം കുറിച്ചത്. 61.71 കോടി രൂപ ചെലവിടുന്ന പ്രവൃത്തി 1.5 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. അക്ലോത്ത് നടയിൽ നിന്നാണ് പ്രവൃത്തി ആരംഭിച്ചത്. കിഫ്ബിയുടെ SPV ആയ KRFB ആണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത്. 61.71 കോടി രൂപയുടെ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 6.50 കോടി രൂപ വാട്ടർ അതോറിറ്റി KSEB യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആണ്. 1.5 വർഷം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തിയാക്കുക. MLA നിരവധി യോഗങ്ങളുടെയും ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിലാണ് ടെൻഡർ ചെയ്യാനും പ്രവൃത്തി ആരംഭിക്കാനും സാധിച്ചിട്ടുള്ളത്. ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിലൂടെ വടകര ചേലക്കര റോഡിൻ്റെ യാത്രാപ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് സ്ഥലം വിട്ടു നൽകിയ ഇബ്രാഹിം ഹാജി പറഞ്ഞു. പൊതുവഴി നമ്മൾ സ്ഥലം കൊടുക്കണം. നമ്മൾ മറ്റുള്ള വീട്ടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്ക് പൊതുവഴിയിലുള്ള അതുപോലെ പൊതു ആവശ്യത്തിനുള്ള വെള്ള സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് മരണാനന്തര ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വെച്ചാൽ പൊതുവഴിയും പൊതുസ്ഥലങ്ങളും ആവശ്യത്തിന് നമ്മൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് വിട്ടുകൊടുത്താൽ നമുക്ക് എന്ത് ഉണ്ടാവും? മരണം ലോകാവസാനം വരെ അതിൻ്റെ പ്രതിഫലം നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മളെ ഹൃദയം വിശാലമാക്കണം. മരിച്ചവർക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടി പിന്നെ അവരുടെ കബറിടം വിശാലമാക്കുന്നതിന് പകരം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ഹൃദയം വിശാലമാക്കിയാൽ നമുക്കിവിടെ എല്ലാം നല്ലതായിട്ട് ഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ എല്ലാവരും സഹകരിക്കണം. ഇതിനു വേണ്ടി സ്ഥലം കഴിയുന്നത് വിട്ടുകൊടുക്കണം. വികസന പ്രവർത്തനം വെച്ചാൽ ഇവിടെ ഇപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തന പ്രവർത്തനം നടന്നു പോകുന്നുണ്ട്. ഈ റോഡ് വടകര ചേലക്കാട് റോഡ് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ജനങ്ങൾ. അത് ഈ ഇതോടുകൂടി അത് വളരെ സുഗമമാക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം പ്രയത്നിക്കണം എന്നാണ് എനിക്ക് ഈ അവസരം പറയാറുള്ളത്. പ്രദേശവാസികളും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടു കൂടിയാണ് പ്രവൃത്തി ആരംഭിച്ചത്.